Hello friends, Assalamu alaikum. Welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയും ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. നമ്മുടെ വീട്ടിൽ പഴം നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും തീരെ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തിൽ പഴം കളയാതെ ഇതുപോലുള്ള വെറൈറ്റി സ്നാക്കുകൾ ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾ തീർച്ചയായും കഴിച്ചോളും. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ട് പിറകെ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ വരും. അതുകൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5-6 കാഷ്യൂ നട്ട്സ് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് റൈസൻസ് വേണം, പിന്നെ ഒരു എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഷുഗറും 1 ടേബിൾ സ്പൂൺ ഗീയും. ഇനി ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സും റൈസൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ലവണ്ണം പഴുത്ത പഴമായതിനാൽ ഇതിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ആഡ് ചെയ്യാം. ഇപ്പോൾ ഷുഗറൊക്കെ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോക്കനട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലോട്ട് ഒരു എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ആഡ് ചെയ്യാം. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസായ ഒരു ബാറ്ററായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. കട്ടയൊന്നും കൂടാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടും ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കട്ടയൊന്നും കൂടാതെ നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തവ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തവി ബാറ്റർ നമുക്ക് ഒഴിച്ചിട്ട് ദോശ പോലെ ഇതൊന്ന് ചുട്ടെടുക്കണം. ഇതിൽ ഗീയൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ വിട്ടു വന്നോളൂ. ഒരു മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഈ ദോശ ഇതിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പാൻ കേക്കും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് വേണമെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അത് തീർച്ചയായും കഴിച്ചുകൊള്ളും. മധുരമായതിനാൽ തന്നെ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ
ഇപ്പോൾ മുഴുവൻ പാൻ കേക്കും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബനാന ബോക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്ലേറ്റിലോട്ട് ഒരു പാൻ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 1.5 ടേബിൾ സ്പൂൺ വരെ ബനാന മിക്സ് വെച്ച് കൊടുക്കാം. ഇനി ഇത് 4 വശത്ത് നിന്ന് നമുക്കൊന്ന് ഉൾവശത്തോട്ട് മടക്കിയെടുക്കണം. ഒരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. ഇത് മൈദയൊന്നും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതുപോലെ വെക്കുമ്പോൾ തന്നെ ഓൾറെഡി ഒട്ടി നിന്നോളും. ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് 1 ടേബിൾ സ്പൂൺ വരെ ബനാന മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതായിരിക്കും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സൗകര്യമായിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മുഴുവൻ ബനാന ബോക്സും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.